ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയറിൽ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജെല്ലാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ മാറുന്ന ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ളൊരു നല്ല അടിപൊളി ഒരു ജെല്ല് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകട്ടെ. അത് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെ നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ സാധനങ്ങളാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കേരളത്തിലുണ്ടായ ഒരു വലിയ ദുരന്തം. ആ ദുഃഖത്തിൽ നമുക്ക് എന്താ പറയുക, അവർക്ക് നമുക്ക് എത്ര ആലോചിച്ചാലും ആ ഒരു ദുഃഖം ഉറ്റവരെ ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ട് നമുക്കൊരിക്കലും മറക്കാനായിട്ട് പറ്റില്ല. എന്നാലും വളരെ വേദനയുണ്ട്. ഇങ്ങനൊരു ദുരന്തം നമ്മുടെ നാടിനുണ്ടായതിൽ പിന്നെ എന്താ പറയുക, എല്ലാം അതിജീവിക്കണമല്ലോ. അവർക്കും അത് അതിജീവിക്കാൻ കഴിയട്ടെ, നമുക്കും അതിന് കഴിയണം. എല്ലാവർക്കും കഴിഞ്ഞേ പറ്റുള്ളൂ. ദൈവം അതിനുള്ള ശക്തി അവർക്കൊക്കെ കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പോൾ ഒക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഇന്നലെ നൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയായിരുന്നു കേട്ടോ. 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു അലോവേരയുടെ പീസാണ്. അതിൻ്റെ അകത്ത് ജെല്ല് മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്, സാധാരണ നമ്മുടെ ചെമ്പരത്തിപ്പൂ. അതിപ്പോൾ ഒരു 6-7 ചെമ്പരത്തിപ്പൂവൊക്കെ എടുക്കാം. ഇവിടെ ചെമ്പരത്തിപ്പൂ ഭയങ്കര ക്ഷാമമാണ് ഈ ഒരു ടൈമിൽ. അപ്പോൾ എനിക്കൊരു 3 ചെമ്പരത്തിപ്പൂ കിട്ടിയുള്ളേ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഫ്ലാക്സ് സീഡാണ്. ഈ ഒരു ഫ്ലാക്സ് സീഡ് 250 ഗ്രാമിന് 85 രൂപയാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സാധനമാണ് ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂൺ നമുക്ക് വേണം. പിന്നെ നമുക്കിത് വേണ്ടിയിട്ടുള്ളത് കറിവേപ്പിലയാണ് കേട്ടോ, നമ്മുടെ കറിവേപ്പിലയാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ലീഫ് എടുത്ത് കഴിയുമ്പോൾ ഒരു പിടിയൊക്കെ കിട്ടുന്ന രീതിയിലുള്ള കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഉണക്കനെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. ഉണക്കനെല്ലിക്ക ഇല്ലാത്തവരൊന്നുണ്ടെങ്കിൽ പച്ചനെല്ലിക്ക എടുത്താൽ മതി. പച്ചനെല്ലിക്ക 2-3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചതച്ച് മിക്സിയിലെ ജാറിലൊന്ന് ചതച്ച് ആ സത്തോട് കൂടി തന്നെ നമുക്കിട്ട് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ അതല്ലെന്നുണ്ടെങ്കിൽ ഉണക്കനെല്ലിക്ക അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും, അതെടുക്കാം. പിന്നെ ഇനി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മുരിങ്ങയിലയാണ്. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. മുരിങ്ങയില നമ്മുടെ തലയിൽ യൂസ് ചെയ്യുമ്പോൾ ഹെയർ ഉണങ്ങാനായിട്ട് ഒരുപാട് താമസം എടുക്കും. അതുപോലെ തന്നെ പക്ഷേ മുടി നല്ല പൊലിമയായിട്ട് തോന്നിക്കും. അതായത് കുറച്ച് നല്ല തിക്കായിട്ട് മുടിയുള്ളതായിട്ട് നമുക്ക് തോന്നിക്കും. അപ്പോൾ മുരിങ്ങയില അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഒക്കെ വളരെ നല്ല സംഭവമാണ് മുരിങ്ങയില കേട്ടോ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ സംഭവം ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാത്രത്തിനകത്ത് നമ്മുടെ അലോവേര മാക്സിമം ജെല്ലും അതുപോലെ ഒരു തണ്ടൊക്കെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തി പൂവും നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കുതിർത്ത ഉലുവയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഉണക്കനെല്ലിക്കയും പിന്നെ നമ്മുടെ മുരിങ്ങയില ഒരു പിടിയായിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1/2 കപ്പോളം വെള്ളമാണ് കേട്ടോ. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1/2 ലിറ്ററോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് 2 വലിയ ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ആ ഒരു തവിയിലെടുത്തപ്പോൾ കുറച്ചേറെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു. 1/2 തവിയും കൂടി ഇട്ടുമ്പോഴത്തേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളാവും. പിന്നെ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തവി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരെ നമ്മുടെ അടുപ്പിലേക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയപ്പോൾ ആ ചെമ്പരത്തിപ്പൂവും ആ ഒരു ലീഫും ഒക്കെ ഒന്നുകൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിലേക്കാക്കി കൊടുത്തു കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തിള വരണം, ഒരു 2 മിനിറ്റോളം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പതഞ്ഞ് പൊങ്ങി നന്നായിട്ട് തിളയ്ക്കും. അത് ആ ഒരു ടൈമിൽ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് തീ കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 3 മിനിറ്റ്, ഒരു 3-4 മിനിറ്റ് ഇരുന്ന് അതൊന്ന് ജസ്റ്റ് നന്നായിട്ട് ആ ചെറു തീയിൽ തന്നെ ഒന്ന് ഇരുന്നിരുന്ന് തിളച്ച് ആ ഒരു നമ്മുടെ ആ ഒരു സാധനങ്ങളുടെ എല്ലാം തന്നെ ആ ഒരു സത്തും ഗുണമൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം. പിന്നെ അതിന് ശേഷം ഞാനിത് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ നമ്മൾ അരിക്കണം കേട്ടോ. അതും നമ്മൾ അരിച്ചെടുക്കുന്ന ആ ഒരു പാത്രത്തിലും അതുപോലെ തന്നെ ആ ഒരു അരിപ്പിലും ഒട്ടും വെള്ളം ഉണ്ടാവരുത്. നന്നായിട്ട് തുടച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതിനുശേഷം അത് ചൂടോടെ ഒഴിച്ചു കൊടുക്കുക, അരിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചൂട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അരിച്ചെടുക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം ഭയങ്കരമായിട്ട് അങ്ങ് കട്ടിയായി പോകും. അപ്പോൾ നമ്മളത് ചൂടോടുകൂടി തന്നെ അരിച്ചെടുത്താൽ മാത്രമേ നമുക്കത് അരിച്ച് കറക്റ്റ് ആ ഒരു ഇതിലായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനത് കുറേശ്ശെ അരിച്ചെടുക്കുകയാണ്, കുറേശ്ശെ എടുത്ത് ഒന്ന് ഞെക്കി പിഴിഞ്ഞ് കൊടുക്കുകയാണ് ആ സത്തൊക്കെ. അതിനുശേഷം
ഇത് നമുക്ക് ഇത്രയും ജെല്ലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒരാഴ്ച ഫുള്ളായിട്ട് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ജെല്ല് മതിയാവും. ആ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഹെയറിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഹെയർ ഗ്രോത്ത്, ഒറ്റ മാസം നിങ്ങളിത് ഉപയോഗിച്ച് നോക്കിയാൽ 100% നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. ഒരേ ഒരു മാസം ഉപയോഗിച്ച് നോക്കിയാൽ അത് എത്രത്തോളം നമുക്ക് ആ ഒരു മുടിയിൽ ആ ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലാവും. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ദേ ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ഇത് ഹെയർ പാക്ക് യൂസ് ചെയ്യാനായിട്ട് പോവാണ്. അതായത് ഇത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമ്മളതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത് നന്നായിട്ടൊന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു, മാക്സിമം ചതച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് നമ്മുടെ ഹെയറിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ ജെല്ല് അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നില്ല, കാരണം നമ്മൾ അതിന് പകരമായിട്ട് ഇന്ന് ഇത് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ദിവസം ഒരു 2 ദിവസത്തേക്ക് നമുക്കിത് ഒരു ദിവസം സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനുണ്ടാവും. അപ്പോൾ 2 ദിവസത്തേക്ക് നമുക്ക് ഇത് തന്നെ ഒന്ന് യൂസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം ജെല്ല് അത് കഴിഞ്ഞ് യൂസ് ചെയ്താൽ മതി. കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഈ ഒരു ഇതിൽ നിന്ന് ഉണ്ടാവുക. കാരണം നമുക്ക് ഒറ്റ മാസത്തെ ഉപയോഗത്തിൽ തന്നെ നല്ലപോലെ മനസ്സിലാവും കുഞ്ഞു കുഞ്ഞു മുടികൾ ഇഷ്ടം പോലെ കിളുത്ത് വരാൻ. അതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ ഇപ്പോൾ ഹെയർ അത്യാവശ്യം ഗ്രോത്ത് നീളം വെക്കുന്നത് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഹെയറിലല്ലാത്തൊരു ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ. അതായത് നല്ല തിക്നെസ് ആയിട്ടിരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നൊരു അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആർക്കും തന്നെ റിസൾട്ട് ഉണ്ടാവാതിരിക്കില്ല, അത് 100% ഉറപ്പാണ്. കാരണം നമ്മൾ എല്ലാം നാച്ചുറലായിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ള, ഒന്നും തന്നെ കെമിക്കലായിട്ടുള്ള യാതൊരു സാധനങ്ങളും നമ്മൾ ഈ ഒരു പാക്കിനകത്ത് യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ജെല്ലിൽ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയും നല്ല റിസൾട്ട്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. മുടിയൊക്കെ ഈ പ്രായത്തിൽ വളരണമെന്ന്, തീരെ കുഞ്ഞു പിള്ളേരായിരിക്കും മുടിയൊക്കെ വളർന്ന് വരണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്ത് കൊടുക്കുക. ഇത് എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ പണ്ട് എൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു ഒരു ജെല്ലായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് നല്ല എഫക്റ്റീവായിരുന്നു. പിന്നീട് അത് അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. നല്ല എഫക്റ്റീവായിട്ടുള്ളതായിരുന്നു കേട്ടോ. ഭയങ്കര ഇതായിട്ടായിരുന്നു. അന്നൊക്കെ ഒരുപാട് മുടി വളരുമായിരുന്നു. പിന്നെ ഞാൻ തന്നെ പാർലറിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ സ്റ്റെപ്പ് അപ്പും യു കട്ടും വി കട്ടും ഒക്കെ ആക്കിയാണ് മുടി ഫുള്ള് പോയത്. ഇപ്പോൾ വീണ്ടും മുടി നമ്മൾ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അത്രയും നന്നായിട്ട് ഗ്രോത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ ആ ഒരു ജെല്ലിൻ്റെ അവസ്ഥ കാണണ്ടേ എല്ലാവർക്കും. അപ്പോൾ ജെല്ല് നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആ ഒരു ടൈമിൽ ഇത് കറക്റ്റ് ആ ഒരു ജെല്ലി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ടിന്നിലടച്ച് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ അത്രയ്ക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.